ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾക്ക് ഭാര്യയോടുള്ള ആ ഒരു സ്നേഹം. ഇതാണ് ഭാര്യയ്ക്ക് എല്ലാം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയൂ. ചില കാര്യങ്ങൾ ഭാര്യയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ അത് ഭാര്യയ്ക്കയുടെ വിവരമില്ലാത്തത് കൊണ്ട് പറയുന്നതായിരിക്കും. പക്ഷേങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഭാര്യയ്ക്ക സത്യസന്ധൻ നന്മയുള്ള ഒരു ഭാര്യയ്ക്കാണ്. അതുകൊണ്ടാണ് ഭാര്യയ്ക്ക ഒരുപാട് ആൾക്കാരെ ക്രിപ്റ്റോയിൽ പറ്റിച്ചിട്ടുണ്ട് എന്നും അതിൽ എൻ്റെയും കൂടി കുറേ പൈസ പോയിട്ടുണ്ട് എന്നും ഭാര്യയ്ക്ക ഈഡിയോട് പറഞ്ഞത്. അങ്ങനെ ഇയാൾക്ക് പൈസ പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളിൽ ഇയാൾ ഒരുപാട് ആൾക്കാരെ പറ്റിച്ചിട്ടുമുണ്ട്. പക്ഷേങ്കിൽ ഇയാളെ കുറച്ച് ഇല്ലാത്തത് കൊണ്ട്, ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് ജിനലിനെ പോലെ 8 കോടിയും 10 കോടിയും ഉണ്ടാക്കിയില്ല. കിട്ടിയത് ജയിച്ചു, അതിൽ തന്നെ ഇട്ടു. ലാസ്റ്റ് അയാളതും കൂടി പോയി എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ വേറെ മറ്റേ ആൽക്കുലത്ത് പരിപാടികളൊന്നും ഇദ്ദേഹത്തിന് ഇല്ല എന്നാണ് മനസ്സിലായത്. രാത്രി ബാഗുമായിട്ട് പോകുന്ന പരിപാടികളൊന്നും ഭാര്യയ്ക്കില്ല. പിന്നെ ഹോട്ടലിൽ മറ്റുള്ള ആൾക്കാരുമൊത്ത് റൂം എടുക്കുന്ന പരിപാടികൾ, അങ്ങനത്തെ പരിപാടികളൊന്നും ഭാര്യയ്ക്കില്ല. അത് ഭാര്യയ്ക്ക നീറ്റാണ്, നീറ്റ് ആൻഡ് ക്ലീനാണ്. ഭാര്യയ്ക്ക് തമാശ പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഭാര്യയ്ക്ക് ഇന്ന് പറഞ്ഞിരിക്കുന്ന 2-3 കാര്യങ്ങൾ വളരെ ശരിയാണ്. ഡിജിറ്റൽ കൊടുത്തവർക്ക് ആരും തന്നെ 5 പൈസ തിരിച്ച് ചോദിക്കരുത് എന്നുള്ളതാണ്. ഡിജിറ്റൽ ഐ ഡി അടിച്ചവർക്ക് പൈസ കിട്ടില്ല. ഡിജിറ്റൽ ഐ ഡി അടിച്ചവർക്ക് പൈസ കൊടുക്കാൻ കമ്പനിക്ക് ഉത്തരവാദിത്തമില്ല എന്നുള്ള കാര്യങ്ങൾ ഭാര്യയ്ക്ക് പറഞ്ഞിരിക്കുന്നു. 10,000-ൻ്റെ ഡിജിറ്റൽ ഐ ഡി അടിച്ചിട്ട് 30,000 രൂപ വാങ്ങാൻ ഇപ്പോഴും കാത്തുകുത്തിരിക്കുന്ന വീട് പോയാലും വേണ്ടിയില്ല, നമ്മളെ ശ്രീനാ മാഡത്തിൻ്റെ വീട് പോകാൻ പാടില്ല എന്ന് വിചാരിച്ച് കേസ് കൊടുക്കാതെ ശ്രീനാ മാഡത്തിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന, ഞമ്മോൻ്റെ വീട് പോയാലും പ്രശ്നമില്ല, പക്ഷേങ്കിൽ ശ്രീനാ മാഡത്തിൻ്റെ വീട് പോകാൻ പാടില്ല, ശ്രീനാ മാഡം ഒളിവെല്ലാം കഴിഞ്ഞ് വന്നിട്ടാകുമ്പോൾ നമുക്ക് ശ്രീനാ മാഡത്തിന് താമസിക്കേണ്ടതാണ് എന്നുള്ളത് കൊണ്ടാണ് ഓരോരാൾ ഞമ്മോൻ്റെ വീട് പോയിട്ടുണ്ട്, ഞമ്മോൻ്റെ വീട് പോകാൻ പോകുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ജപ്തി നോട്ടീസും കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്നു. പക്ഷേങ്കിൽ അവർക്ക് ആർക്കും തന്നെ കമ്പനി തങ്കപ്പെട്ട കമ്പനിയാണ്, കമ്പനി കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇനിയിപ്പോൾ എന്ത് പറയാനാണ് മക്കളെ നിങ്ങളോടൊക്കെ. അപ്പോൾ എല്ലാ ലീഡർമാരും പറയുന്നു ഈ കമ്പനി തെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പൈസ കിട്ടും, കേസ് അവസാനിച്ച് കഴിഞ്ഞാൽ പൈസ കിട്ടും, കമ്പനി തോറ്റ് കഴിഞ്ഞാൽ പൈസ കിട്ടും എന്നുള്ള കാര്യങ്ങളാണ് എല്ലാ ലീഡറും പറയുന്നത്. ജിനിലിൻ്റെ വോയിസ് വേണോ, ശ്രീനാ പ്രതാപിൻ്റെ വോയിസ് വേണോ, എല്ലാവരും വോയിസും വേണമെങ്കിൽ തരാം. അപ്പോൾ നിങ്ങൾ ഇതിനിടക്ക് നന്ദികേട് കാണിക്കരുത് എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നന്ദികേട് എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ പ്രതാപിനെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള ചിന്തയുമില്ല എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഞാൻ കഴിഞ്ഞ ദിവസമാണ് പ്രതാപിൻ്റെ കേസ് എന്തായി എന്നുള്ള കാര്യം, നമ്മുടെ PMLA കോടതിയിൽ പ്രതാപിൻ്റെ കേസ് എന്തായി എന്ന കാര്യം അന്വേഷിക്കുന്നത്. അദ്ദേഹം ഈ മാസം 20-ാം തീയതി വരെ ഇദ്ദേഹത്തിൻ്റെ റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ അനാവശ്യമായിട്ട് എത്ര കേസുണ്ട് എന്നറിയാൻ വേണ്ടി കേസ് കൊടുക്കുന്നു, ജാമ്യം കിട്ടുമോ എന്നറിയാൻ വേണ്ടി കേസ് കൊടുക്കുന്നു, ഇത് നീട്ടുമോ എന്നറിയാൻ വേണ്ടി കേസ് കൊടുക്കുന്നു. അങ്ങനെ കേസ് കൊടുക്കുന്നവർക്ക് പ്രതാപിന് ഒരു ജാമ്യം കൊടുത്തൂടെ? പ്രതാപിന് വേണ്ടിയിട്ട് ഒരു ജാമ്യാപേക്ഷ ഹൈക്കോടതി കൊടുത്തൂടെ? ഹൈക്കോടതിയല്ലേ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ PMLA കോടതിയിൽ പോയിട്ട് വരൂ, അനി അവിടെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട് എന്നാണ് കുഞ്ഞികൃഷ്ണ സാറ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞികൃഷ്ണ സാറോട് പറയാൻ എത്ര കാലമായി, 2 മാസമായില്ലേ പ്രതാപൻ്റെ ജാമ്യം തള്ളിയിട്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ആ ഒരു വിധി എന്ന് പറയുന്നത്, തള്ളിയ വിധി എന്ന് പറയുന്നത് 1.5 വിധിയാണ്. അത് ചിലപ്പോൾ തികച്ചും വായിച്ച് തീർന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം ഹൈക്കോടതിയിൽ പോവാത്ത. ഇത് തികച്ചും വായിച്ചു കഴിഞ്ഞാലല്ലേ നമുക്ക് ഇതിലെന്താ ഉള്ളതെന്ന് അറിഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പോകാൻ പറ്റൂ. ഒരു പക്ഷേ അതായിരിക്കാം ശരിയായുള്ള കാരണം. ഞാനും അത് മുഴുവൻ വായിക്കാൻ തന്നില്ല. ഒരുപാട് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവരുടെ A to Z എല്ലാ തട്ടിപ്പുകളെക്കുറിച്ചും വിശദമായിട്ട് ഓരോ ബാങ്ക് അക്കൗണ്ടുകളേക്കും വന്നതും പോയതും ലീഡർമാർക്ക് കൊടുത്തതും വാങ്ങിയതും എല്ലാ കണക്കുകളും അതിലിങ്ങനെ കൃത്യമായിട്ട് എഴുതി പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, ഇവരുടെ ക്രിപ്റ്റോ തട്ടിപ്പ് അടക്കം. അപ്പോൾ
അതവിടെ കിടക്കട്ടെ. പ്രതാപിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തയില്ലെങ്കിൽ നമുക്ക് ചിന്തയുണ്ട്. പ്രതാപിൻ്റെ ജാമ്യം, പ്രതാപിൻ്റെ റിമാൻഡ് മാർച്ച് 20 വരെ നീട്ടിയിരിക്കുകയാണ്. മാർച്ച് 20 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അടുത്ത കേസ് എടുക്കുന്നത് മാർച്ച് 20 ഇനിയിപ്പോൾ ഏപ്രിൽ 19 വരെ എന്തായാലും പ്രതാപിൻ്റെ വിഷു ജയിലിൽ നിന്ന് തന്നെ ആയിരിക്കാം എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. പ്രതാപൻ ജയിലിൽ നിന്ന് ബാണം വിടും, വെടിപൊട്ടിക്കും, എല്ലാം ജയിലിൽ നിന്നായിരിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ എലിവാണം വിടലുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേങ്കിൽ നമ്മൾ വിഷു ഒക്കെ പടക്കം പൊടിച്ചിട്ടാണ് ആഘോഷിക്കുക, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി വേറൊരു കാര്യം, വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം, മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ശ്രീനയുടെ ജാമ്യം നാളെയാണ്. അതിൽ വളരെ സന്തോഷകരമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ഈ കേസിന് കാരണക്കാരനായ വത്സൻ സാറ്, ഇവരാണ് വത്സൻ സാറെ കക്ഷി ചേർത്തിരിക്കുന്നത്. എന്തിനാണ് ന്യൂട്ടൻസ് വക്കീലന്മാരെ ഇവരന്മാരെ ഇങ്ങനെ കൊടുക്കുന്നത്? മനസ്സിലായിട്ടില്ല. ഇങ്ങനെ നിങ്ങൾ എന്ത് ചതിയാണ് നിങ്ങളോട് ഇവർ ചെയ്തിരിക്കുന്നത്? വെറുതെ കിടക്കുന്ന വത്സൻ സാറെ ഇവർ കക്ഷി ചേർക്കുന്നു. വത്സൻ സാറെ അതിൽ കക്ഷി ചേർത്തിരിക്കുകയാണ്. വത്സൻ സാറുടെ വക്കീലിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ സൈറ്റിൽ ലഭ്യമാണ്. വത്സൻ സാറുടെ വക്കീൽ എന്ന് പറയുന്നത് അശ്വിൻ ജോൺ ആൻ്റണി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ നാളെ ജാമ്യത്തെ എതിർത്തുകൊണ്ട് വത്സൻ സാറുടെ വക്കീല് നാളെ കോടതിയിലുണ്ടാവും. കേസ് നമ്പർ 235 235. നാളെ 12 മണിക്കുള്ളിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലായോ മക്കളെ, ലീഡർമാരെങ്ങനെയാണ് നിങ്ങളെ പറ്റിക്കുന്നത്? ഇപ്പം പറയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളൊന്നും വെട്ടി തുറന്ന് പറയാറില്ല, നമ്മളെല്ലാം ഹൈഡ് ചെയ്യുകയാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. പിന്നിലേക്കൂടെയുള്ള നടപടികൾ എന്നുള്ള ഗ്രൂപ്പുകളിൽ പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ആരും പറയരുത്, നമ്മൾ പാനിക്കാവും, ആൾക്കാർ പാനിക്കാവും, അവർ നമ്മുടെ പുരക്കേക്ക് വരും. അതുകൊണ്ട് നിങ്ങൾ ആരോടും സത്യം പറയരുത്, ഭാര്യയ്ക്ക് പറഞ്ഞ പോലെയുള്ള സത്യം പറയരുത്, നമ്മൾ കളവ് മാത്രമേ പറയുള്ളൂ, കളവ് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. എന്തിനാടാ ഇവനെയൊക്കെ വിശ്വസിച്ചിട്ടാണല്ലോ 1024 പേര് ആ ഗ്രൂപ്പിൽ കിടക്കുന്നത്. ബൈ, മതി, ഇത്രയൊക്കെ മതിയില്ലേ അല്ലേ?